സ്വീഡനിലേക്ക് പറക്കാം പഠിക്കാം സ്റ്റഡി ലിങ്ക്സിലൂടെ. ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. അറേബ്യൻ രാജ്യങ്ങളിൽ കുറച്ചെങ്കിലും നൈറ്റ് ലൈഫ് ഉള്ള ഒരു സ്ഥലമാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. അപ്പോൾ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ കുറച്ച് നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരു ലോഡ് ആൾക്കാരുണ്ട്, ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് നൈറ്റ് ലൈഫ്, ഫുഡ്, അങ്ങനെ കുറച്ച് പരിപാടിക്ക് വേണ്ടി പോവാണ്. ഞങ്ങളിവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് പോലത്തെ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു നമ്മുടെ ലാൽബാഗ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. ആ ലാൽബാഗ് പോലത്തെ ഒരു സ്ഥലത്തിൻ്റെ സൈഡിൽ ഇവിടെ ഇങ്ങനെ ആൾക്കാർ വന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഈവനിങ് സമയത്ത് സായാഹ്ന വേളയിൽ ഫുഡ് സ്ട്രീറ്റിന് വേണ്ടി വരുന്ന ആൾക്കാരാണ് ഇവിടെ മൊത്തം. പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാർ സംഭവങ്ങളൊക്കെ കാണാം. ഇത് പല പല പരിപാടികളുണ്ട്. ഇത് എന്നും ഉണ്ടോ ഇത്? വീക്കെൻഡ്സ് അല്ലേ? ഓ ശരി. അത് ഹിന്ദി പാട്ടാണല്ലോ പാടുന്നത്, ഷാരൂഖ് ഖാൻ്റെ പാട്ടല്ലേ അല്ലേ? ആ കൽ ഹോ ന ഹോ അല്ലേ? ഏതായിരുന്നു? ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. ഇതെന്ത് ഫുഡാ? ആൾക്കാരെല്ലാം കൂടെ ക്യൂ നിൽക്കുന്നുണ്ടോ? നോക്കി, എൻ്റെ അമ്മോ, എല്ലാവരും കൂടെ ക്യൂ നിൽക്കുന്നുണ്ടോ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി? ഇത് ഇവിടുത്തെ എന്തോ ഒരു ഫേമസ് സാധനമാണെന്ന് തോന്നുന്നു. എല്ലാവരും കൂടെ ഭയങ്കര തിരക്ക്. ഇതെന്ത് സംഭവം? ഓ, ചിക്കൻ്റെ കാലും പിന്നെ അങ്ങനത്തെ എന്തോ സാധനങ്ങളൊക്കെ. ചിക്കൻ്റെ ഫീറ്റ് ചിക്കൻ ഫുഡ്. അതിന് ഇത്ര തിരക്ക്? ആ, ചിക്കൻ്റെ ഫീറ്റ്. ക്യൂ നിൽക്കുന്ന ആൾക്കാരുണ്ടോ? ഇവരെല്ലാവരും ഇവിടെ ക്യൂ നിൽക്കുന്നവർ മറ്റേ ചിക്കൻ്റെ കാല് വെച്ചുള്ള സൂപ്പ് കഴിക്കാൻ, എന്തോ സാധനം കഴിക്കാൻ വേണ്ടിയാണ്. പിന്നെ അവിടെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുലോരി എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇവരുണ്ടാക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ കടലമാവ് പോലത്തെ ഒരു സാധനമുണ്ട്. മാവിനകത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ മുക്കി വറുത്ത് എടുത്തുണ്ടാക്കുന്നൊരു പരിപാടിയാണ്. കണ്ടോ, നമ്മുടെ ഫുഡായിട്ടൊക്കെ ഒത്തിരി സാമ്യതയുള്ള കുറേ സാധനങ്ങളാണ് ഇവരിവിടെ ഉണ്ടാക്കുന്നത്. കണ്ടോ, വെജിറ്റേറിയൻ ആണോ? ഓ, അതായത് പുള്ളിക്കാരി എണ്ണയൊക്കെയാണല്ലോ എടുത്തിടുന്നത്. കൗണ്ടൊക്കെ നോക്കി എണ്ണയൊക്കെയാണ് എടുത്തിടുന്നത്. സൂപ്പൊക്കെ ഇട്ട്, അല്ല സൂപ്പല്ല, എന്തോ ഒരു സോസൊക്കെ ഉണ്ട്. ആ സോസൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. ഇത് മൈദമാവിലാട്ടോ മുക്കി വയ്ക്കുന്നത്, കടലമാവല്ല. മൈദമാവിൽ മുക്കി എന്തൊരു സാധനമാണ്. ഇതിന്റെ പേരെന്തായിരുന്നു? പുലോരി അങ്ങനെന്താണ് അതിന്റെ പേര്? പുലോരി. മാങ്ങ വെച്ചുള്ളൊരു സോസ് ഉണ്ട്. ആ അതെ, ഇതാണ് സാധനം. പുലോരി എന്ന് പറയും. പുലോരി ഇതിങ്ങനെ മാങ്ങ വെച്ച്, ഇത് ഭയങ്കര ചൂടാണല്ലോ. ഇത് കണ്ടില്ലേ, മാങ്ങയാണ്ടോ? ഇത് മധുരമുള്ള മാങ്ങയാ അല്ലേ? മധുരമുള്ള മാങ്ങയാ. പിള്ളേര് ഇതൊന്നുമില്ല, വെറുതെ മൈദമാവ് ഇങ്ങനെ നമ്മൾ ഉഴുന്നോടെ വറക്കുന്ന പോലെ വറുത്തിരിക്കുക അല്ലേ? അത്രേ ഉള്ളൂ. അതിനകത്തൊന്നുമില്ല. ഇതിനകത്ത് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പല സാധനങ്ങളുമായി. ഒന്നും വേണ്ട. ഇതിനകത്ത് നമ്മുടെ ഒരു കഷ്ണം കൊച്ചുള്ളിയോ സവാളയോ അല്ലേ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും സാധനമായി. ഈ സാധനം വാങ്ങിച്ചിട്ട് ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സോസ് എടുത്തിട്ട് ഇഷ്ടമുള്ള ഫ്ലേവറിൽ കഴിക്കാം. എരിവുള്ളതും മധുരമുള്ളതും പുളിയുള്ളതും, പെപ്പർ സോസ്, ഗാർലിക് സോസ്, പിന്നെ ടാമറിൻ സോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ടൈപ്പ് സോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ആ സോസ് മുക്കി നമുക്ക് കഴിക്കാം. ഇവർ 3 പേര് എന്നെ കാണാൻ വേണ്ടി ഒരു 100 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ടാക്സി പിടിച്ച് വന്നതാണ്. ഇവർ 3 പേരും നേഴ്സുമാരായിട്ട് വർക്ക് ചെയ്യാണ്. താങ്ക്സ് ഫോർ കമ്മിങ് ഗൈസ്. താങ്ക് യു. ഇവിടുത്തെ ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും. അതായത് കരീബിയൻ ഫുഡ്, പിന്നെ ആഫ്രിക്കൻ ഫുഡ്, ഇന്ത്യൻ ഫുഡ്, പിന്നെ ഇവരുടെ ട്രിനിഡാഡ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇന്ത്യൻ പ്ലസ് ആഫ്രിക്കൻ മിക്സ് ആണ് പലതും. 2 ദിവസമായിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്യുന്ന ഒരു ഫുഡ് വീഡിയോ ആയിരിക്കും ഇന്ന് നിങ്ങൾ. ഇത് ഒരൊറ്റ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ എല്ലാം കൂടെ നമുക്ക് ഒരു ദിവസം പോയി കഴിക്കാൻ പറ്റില്ലല്ലോ. സോ വി ഗോ മെനി പ്ലേസസ് മെനി ഡേയ്സ്. ഇതുണ്ടോ, പിഗ് ഫുഡ് സോസ്, അതായത് സൂപ്പ് എന്നാണെന്ന് തോന്നുന്നത്. അതായത് പന്നിയുടെ കാലിൻ്റെ സൂപ്പ്, ചിക്കൻ്റെ കാലിൻ്റെ സൂപ്പ്. എൻ്റെ അമ്മേ, ജീര ചിക്കൻ, അത് ഇവിടുത്തെ സാധനമാണ്. ജീര ചിക്കൻ, ജീര പോർക്ക്, അതാണ് സംഭവം. അതിനിടയ്ക്ക് നമ്മുടെ കരിമ്പിൻ ജ്യൂസ് ഉണ്ട്. കരിമ്പിൻ ജ്യൂസ് ഇതാണ് ഇവിടുത്തെ ട്രിനിഡാഡ് ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്നത്. അതായത് ദാൽപുരി, ബസ്സപ്പ്, ദോസ്തി, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഇവർ റൊട്ടി ഉണ്ടാക്കുന്നത് കണ്ടോ നോക്കി. അതായത് നമ്മൾ റൊട്ടി ഉണ്ടാക്കുന്ന പോലെ തന്നെ അവർ മാവ് വെച്ചിട്ട് മാവ് കലക്കി
ഇത് ഇതേപോലെ ആക്കും. എന്നിട്ട് ഇതിവിടെ ഇങ്ങനെ ഇത്തരത്തിൽ ഈ ഇതുപോലെയുള്ള കല്ലിലിട്ട് ചുട്ടെടുക്കും. ഇത്തരത്തിൽ ഈ കല്ലിട്ടാണ് ചുട്ടെടുക്കുന്നതാണല്ലേ, കല്ലിലിട്ട് ചുട്ട് കോമളച്ച് വരുന്നതാണല്ലേ, കോമളച്ച്. അങ്ങനെ കോമളച്ച് വരുന്ന സാധനത്തിനകത്ത് നമുക്കിവിടെ പല സംഭവങ്ങളും ഇവിടെ വേറെ ഉണ്ടാവും. ഇത് ഇവരിവിടിട്ട് ഫില്ല് ചെയ്ത് തരും. അതായത് ചിക്കനും പിന്നെ പൊട്ടറ്റോയും പിന്നെ എന്തൊക്കെയാണോ ഫില്ലിങ്സ് വേണ്ടത് അവിടെ എഴുതിയിരിക്കുന്ന അത്രയും ഫില്ലിങ്സ് ഉണ്ടാവും. അതാണ് ബേസിക്കലി ഇവരുടെ മറ്റേ റൊട്ടി എന്ന് പറയുന്ന സാധനം. റൊട്ടി റോള് അത് ഇവരുടെ ഒരു മെയിൻ ഡിഷാണ് ഇവിടുത്തെ എല്ലാ ഫുഡും നമുക്ക് ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡുകളാണ്. കരീബിയൻ മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഫുഡ്. ഞാനവിടെ ഇച്ചിരി പട്ടിണി കിടന്ന് ഡയറ്റൊക്കെ ചെയ്യാമെന്നൊക്കെ കരുതി വന്നതാണ്. പക്ഷേ അതൊന്നും നടന്നില്ല. ഇവിടെ വന്നിട്ട് നല്ല കിടില ഫുഡാണ് ഇവരുടെ. നമ്മൾ തായ്ലൻഡും മലേഷ്യയും അതേപോലെ തന്നെ അതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുന്ന പോലൊന്നുമല്ല. നമുക്ക് ഇന്ത്യക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഫുഡാണ് ഇവർക്കുള്ളത്. നല്ല എരിയും പുളിയൊക്കെ ഉള്ള സോസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവർ ബേസിക്കലി ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എരിയും പുളി ഇട്ടില്ലെങ്കിലും ഫുഡിൻ്റെ കൂടെ ഇവർ എരിയും പുളിയുള്ള സോസൊക്കെ പെപ്പർ സോസൊക്കെ ചേർത്ത് കഴിക്കും. കരീബിയൻ പെപ്പർ സോസുകൾ ഭയങ്കര ഫേമസ് ആണ്. എന്തോ ഫിഷ് ഇങ്ങനെ ഗ്രില്ല് ചെയ്തോ റോസ്റ്റ് ചെയ്തോ എന്തോ കൊടുക്കുന്ന ഒരു കടയാണ്. എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്. ഇവരുണ്ടല്ലോ ഇവിടെ റെസ്റ്റോറൻറ്റുകൾക്ക് ഭയങ്കര സാധ്യതകളാണ്. എല്ലാ റെസ്റ്റോറൻറ്റുകളിലും തിരക്കാണ്. ഇവർ ഭയങ്കരമായിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. കരീബിയനിൽ വന്നിട്ട് ഞാൻ ഇത്രയും വൈബ് കാണുന്നത് ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബഹാമസ് വിട്ടതിന് ശേഷം നല്ലൊരു വൈബ് കാണുന്നത് ഇവിടെയാണ്. ചിക്കൻ്റെ കാല് കിടക്കുന്നുണ്ടോ, ചിക്കൻ്റെ കാലിൻ്റെ സൂപ്പ്. ഇത് ഇവർ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണെന്ന് തോന്നിയ സാധനം. ചിക്കൻ്റെ കാല് മാത്രമല്ല കൗഹീലും ഉണ്ട്. കൗഹീല് എൻ്റെ അമ്മ എന്തൊക്കെയാണ് കഴിക്കുന്ന ഇവർ ഭയങ്കരമായിട്ട് ഇത്തരത്തിലുള്ള സൂപ്പ് കുടിക്കുന്ന ആൾക്കാരാട്ടോ. ഞാനിപ്പോൾ ഇവിടെ അരിയപ്പിത്ത അവന്യൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു മെയിൻ ഒരു നൈറ്റ് സ്ട്രീറ്റ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. കാസിനോസും ക്ലബ്ബുകളും അങ്ങനെ പല പല സംഭവങ്ങളും, സ്ട്രിപ്പ് ക്ലബ്ബ് വരെ ഇവിടെയുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഞങ്ങൾ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫർദർ മുന്നോട്ട് പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഈ കാണുന്ന സംഭവമുണ്ടോ ഗൈറോസ് എന്നും പറഞ്ഞുകൊണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സംഭവമാണ്. ഇവിടെ കുറേ ഗൈറോസ് ഷോപ്പുകളുണ്ട്, ഗൈറോസ് വിൽക്കുന്ന കുറേ കടകളുണ്ട്. അപ്പോൾ നമുക്ക് എന്താ സംഭവം നോക്കാം. ഈ യൂസഫ് ഗൈറോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് സാധനമാണ്. അപ്പോൾ ഈ ഗൈറോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ എനിക്ക് അറിയത്തില്ല. ഞാൻ പോയി നോക്കട്ടെ എന്താ സംഭവം എന്നുള്ളത്. ഇത് ഈ പറഞ്ഞുള്ള ഒരു റോള് പോലത്തെ ഒരു സാധനം. അതിനകത്ത് നമുക്ക് പല സാധനങ്ങൾ ഇട്ട് തരും. അതാണ് സംഭവം. ചിക്കൻ ടെൻഡേഴ്സ് വിത്ത് 2 സൈഡ്സ്, പിന്നെ ഇവിടെ ഈ കാണുന്ന കിഴങ്ങ് സ്ട്രിപ്സ്, ഇതിങ്ങനെ എന്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് തരും കേട്ടോ. ഇതിങ്ങനെ ഇട്ടൊരു സെറ്റാക്കി തരുന്ന എന്തോ സംഭവമാണ്. എന്താണെന്ന് എനിക്കും അറിയത്തില്ല, നോക്കണം. ഇതുണ്ട് ഇവിടെ കസീനോ ഉണ്ട്. കണ്ടില്ലേ, എനിക്ക് കണ്ടില്ലേ കസീനോയിലേക്ക് കയറുന്ന പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കസീനോകൾ ധാരാളം ഇവിടെ ഉണ്ട്. ഇതാണ് ഗൈറോ. ഗൈറോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഷവർമയല്ലേ, അതിനാണോ ഗൈറോ എന്ന് പറയുന്നത്? അപ്പം ശരിക്കും ജൈറോ ആണോ ഗൈറോ ആണോ? ജൈറോ. ഇത് നമ്മുടെ ചോട്ടില് റാപ്പ്, അതിൻ്റെ ബ്രെഡ്, അതിനകത്ത് ഇത് ലാമ്പ്, ചിക്കൻ വേണേൽ ചിക്കൻ, ബീഫ് വേണേൽ ബീഫ്. ഇതിനാണല്ലേ ജൈറോ എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചു വേറെ എന്തോ സെറ്റപ്പാണ്. കഴിക്കൂ. കഴിച്ച എക്സ്പ്രഷൻ ഇടൂ. അതെ, ഇത് ഇങ്ങനെയല്ല കഴിക്കേണ്ടത്. ഇത് കടിച്ചു പിടിച്ച് കഴിക്കണം. കാണിക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്തല്ലേ. ഓ താങ്ക് യു സോ മച്ച്. പുള്ളി ഒരു ഇന്ത്യക്കാരനാണേ, ഉണ്ടല്ലേ. പുള്ളി അതായത് നമ്മുടെ റൊട്ടിയും സബ്ജി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അല്ല, റൊട്ടി വിത്ത് മറ്റേ ചന അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ കൂടെ കഴിക്കുന്നത്. അതാണ് ഇവർ ഡബിൾസ് എന്ന് പറയുന്നത്. ഡബിൾസ് എന്നാണ് ഇതിൻ്റെ പേര്. അത് തന്നെ ചിക്കൻ കറിയും ഡക്കും ഷ്രിമ്പും ഫിഷും ചിക്കനും എല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് കടലയാണ്. വെള്ളക്കടല വെച്ചുള്ള കറി. നമ്മൾ ചന മസാല ഉണ്ടാക്കുന്ന പോലെ റൊട്ടിയും കറിയും, അതാണ് സാധനം ഡബിൾസ്. അത് ഇവരുടെ ഒരു മെയിൻ വിഭവമാണ്. Can I have one chicken doubles? One plate. Come this side. Oh yeah, sure. അപ്പുറത്തെ സൈഡിൽ വരാൻ. ചിക്കൻ അല്ലേ ഉള്ളത്? ചിക്കൻ എനിക്ക് ഗോട്ട് ഉണ്ടാക്കൊന്നും വേണ്ട, ചിക്കൻ മതി. അതായത് കടലയും ചിക്കനും കൂടി ഇട്ട് തരും അല്ലേ, അങ്ങനല്ലേ? ഏതാ ഞാൻ ഗോട്ട് എടുക്കാം. നിങ്ങൾ ഗോട്ട് വേണോ? ഓക്കെ ഫൈൻ. What is bone or boneless? Bone. And chicken also bone? Okay. എൻ്റെ അമ്മ ഇതൊരെണ്ണം കുറേ ഉണ്ടല്ലോ ഇത്. It's super nice and real nice. Oh yeah. This one. This one is chicken. ഇത് ഇത്രയും പൂരി ഒന്നും ഞാൻ കഴിക്കത്തില്ല. ഇതാര് കഴിക്കാനേ ഇത്രയും പൂരി? ഇത് എന്തോരം പൂരിയാ? 1, 2, 3, 4, 5, 6 പൂരിയോ? What country are you all from? India. Dan. എന്താ വെച്ചേ? ഓ ഞങ്ങളോ? We are from India. Not 6, we can get a little less.
No offense, I don't want a 6. accent. Yeah. How much? Top of minimum? But he is living here. I'm not living here. I'm just visiting. But they are living here. No, but the accent is very sexy. Accent is sexy. Oh, that's okay. That's why I asked. Oh, really? That's fine. Are you from here? Yes. Okay. So Nice. I was just like listening. I was like, oh my god, this song really nice. I was like, where they from? And Okay. she was like, don't go and ask. And I was like, Oh, and what's there to ask? Like nothing. Yeah, it's good. no, but it was how you like was able to, you know, like you speaking English, Yeah. but you have a twang set kind of thing. So it's really, really nice. Thank you. Yeah. Enjoy. Yeah. ചേട്ടന്റെ ആക്സന്റ് കേട്ടിട്ട് അവർക്ക് സെക്സി ആയിട്ട് തോന്നിയെന്ന്. ചേച്ചിക്ക് അത് കേട്ടിട്ട് സഹിച്ചില്ല. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഡബിൾസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പൂരി അതായത് ചന ബട്ടൂര എന്ന് പറയുന്ന പോലെ തന്നെ പൂരിയും പിന്നെ കടലക്കറി, അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ ഇട്ട് തരും, അല്ലെങ്കിൽ ഗോട്ട് ഇട്ട് തരും, ലാമ്പ് ഇട്ട് തരും. അപ്പോൾ അതാണ് സംഭവം. കണ്ടോ ഡബിൾസ്, ഇത് ചിക്കനും എല്ലാ സാധനവും ഉള്ള സാധനം ഉണ്ടോ. ഇത് ഈ പൂരി ഈ സംതിങ് ഡിഫറെൻറ്റ്. ഇതിന് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. മുട്ട ഇട്ടിട്ടുള്ളൊരു സംശയമുണ്ട്. പൂരി മസാല ഗൈസ്, പൂരി മസാല. You want to go to India, right? Yeah. Then you come with me. I will take you. I can't go right now. I will take you. I'm telling you, I'll take you. Come with me. Have you been to India? Not yet? Okay. I want to go by my parents and my parents from India. So Which part of India they are from? Mumbai. Mumbai. Ah, okay. Anyway, nice food. Thank you. Yeah, bye. പുള്ളിക്ക് ഇന്ത്യയിൽ പോകണമെന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേ പുള്ളിക്ക് ഇന്ത്യയിൽ പോകണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നോടാ കൊണ്ടാന്ന് പറഞ്ഞു. ഈ ഏരിയ കൊള്ളാം, കുഴപ്പമില്ല. ആ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത്ര തിരക്കില്ലായിരുന്നു കേട്ടോ. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ചും കൂടെ തിരക്ക് പ്രതീക്ഷിച്ചു. അത് നമ്മൾ നേരത്തെ ആയിട്ടാണോ? നേരത്തെ ആയിട്ടാണ്. പിന്നെ ടൊബൈവ കാർണിവൽ നടക്കുന്നുണ്ട്. ഓക്കെ. ആ വേറെ എവിടെയോ ഒരു സ്ഥലത്ത് കാർണിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇച്ചിരി തിരക്ക് കുറവ്. ഇല്ലെങ്കിൽ ഇതിലും കൂടെ തിരക്ക് വരേണ്ട സ്ഥലമാണിത്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് രാവിലെ 5 മണി മുതൽ 10 മണി വരെ മാത്രം പ്രവർത്തിക്കുന്ന അറാബി അലീസ് ഡബിൾസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കടയിലാണ്. ഇവിടുത്തെ ഒരു ഫേമസ് കടയാണ്. ഇവിടുത്തെ ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് അലീസ് ഡബിൾസ്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ടില്ലേ എന്തൊക്കെയാണെന്നല്ലേ. ഇതാണ് നമ്മുടെ ചോള ഭട്ടൂര പോലത്തെ സാധനം. ഇത് ഇവിടെ വേറെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ നടത്തുന്നൊരു ബിസിനസ്സാണ്. അപ്പോൾ ഇവിടെ രാവിലെ തിരക്ക് കണ്ടില്ലേ, ആൾക്കാർ ക്യൂ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് ഡബിൾസും പിന്നെ സഹീനയും വാങ്ങിക്കാം. മെനു ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ്, വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല. എല്ലാം $6, $10 അത്രയൊക്കെ ഉള്ളൂ. 2 doubles, 2 സഹീന. I don't have no sahina. No baby, no problem. You got Sagina? Yeah, 1 bagini. Yeah, 2 doubles. അയ്യോ സഹീന ഇല്ല. No Sagini? സഹീന ഇല്ല. നോ സഹീന, റൈറ്റ്? ഓ ഫിനിഷ്ഡ്. ഓ ഭാര്യയ്ക്ക് എങ്ങനെ ഫോട്ടോ കൊടുക്കും? ദാറ്റ്സ് അത് ഞാൻ ചേതാ എനിക്ക് കിട്ടും. Okay. You want one, right? Yeah, just one is enough. Yeah. Medium. Medium. You want some chana? Yeah, of course you can do. Or അങ്ങനെ മിക്സ് ചെയ്ത് തരുന്ന. Oh, then you can make it 2. Yeah. After we can take double so. No, they'll give together. Yeah. We have it. Yeah. Oh, you having the same? Yeah. Or. Okay. But when I get you next one, I'll have it. Then you'll come and find me, right? Okay, no problem. Oh. ഇതിങ്ങനെ കഴിക്കണം. Sure. ഇത് ബൈങ്കണി എന്ന് പറഞ്ഞൊരു സാധനം. അതായത് ഇത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തും ഇവർ കടലയിടും. ഇവരെല്ലാത്തിലും കടലയിടും. നോക്കി ഇത് വഴുതനങ്ങയുടെ എന്താ സാധനമാണെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബൈങ്കണം എന്ന് പറഞ്ഞാൽ വഴുതനങ്ങയാണ്. ഇത് കഴിച്ചു നോക്കണം എന്താണെന്നുള്ളത്. ഇതാണ് ഡബിൾസ്. അത് 2 പൂരിക്കകത്ത് ചന, അതായത് നമ്മളെ കടലക്കറി പോലത്തെ സാധനം, ചോള ഭട്ടൂര പോലെ ഇരിക്കും. പിന്നെ അതിൻ്റെ മേളിൽ നമ്മൾ പറയുന്ന പെപ്പർ സോസോ എന്താ സോസ് എന്ന് വെച്ചാൽ അവരിട്ട് തരും. അതൊരു ചെറിയൊരു പുളിയുള്ള സോസ്, പെപ്പർ സോസ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് തരുന്ന ഒരു സാധനമാണ്. ഇതാണ് ഡബിൾസ് എന്ന് പറയുന്നത്. ഇത് തന്നെ ട്രിപ്പിൾസ് കിട്ടും. അപ്പോൾ ഒരു പൂരിയും കൂടെ ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് ചിക്കൻ ഇട്ട് തരുന്നതാണ് നമ്മൾ ഇന്നലെ കഴിച്ചത് അല്ലേ. ഇത് കൊള്ളാട്ടോ. ഇത് ഭയങ്കരം എന്നൊക്കെ പറയുന്ന പേര് എനിക്കറിയില്ല എന്താ സാധനം. പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്. ഇനി മാവ് ഇങ്ങനെ വറുത്തിട്ട് അതിനകത്ത് ഈ സാധനം വെച്ച് തന്നിരിക്കുകയാണ്. ഇത് ഹെവിയാണെന്ന് പറഞ്ഞാൽ കഴിച്ചാൽ വയറിയും. കടല എങ്ങനെയുണ്ട്? ഇത് ഇവരുടെ വീടാണ്, അലീസ് ഡബിൾസ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ വീടിൻ്റെ മുമ്പിൽ കാർ പോർച്ചിലാണ് ഈ കച്ചവടം.
രാവിലെ 5 മണി മുതൽ 10 മണി വരെ ഉള്ളൂ. അകത്തുണ്ടാക്കി സാധനങ്ങൾ വെക്കും, പുറത്ത് കൊണ്ട് വയ്ക്കും, എന്നിട്ട് അവർ കച്ചവടം ചെയ്യും. എന്നിട്ട് 10 മണി കഴിയുമ്പോഴത്തേക്കിനും അവരുടെ പരിപാടി തീർന്നു. ഇന്നത്തെ ഫുൾ കച്ചവടം രാവിലെ 10 മണിക്ക് മുമ്പ് ഇവിടെ നടക്കും. അടിപൊളി. ഇതൊക്കെ ഈ വീട്ടിലെ ഫുഡുകളൊക്കെ വീട്ടിൽ കൂടെന്നൊക്കെ പറയുന്ന പോലെ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ വമ്പൻ സെറ്റപ്പ് ആവും. എനിക്ക് കിട്ടി ഡബിൾസ്, മറ്റത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഡബിൾസ് കിട്ടി. ഇത് ബേസിക്കലി ഇവർ ഈ പൂരിയും ചനയും കൂടെ ആണല്ലോ നമ്മുടെ സാധനം. ഇത് എങ്ങനെയാണ് ഒരു ട്രിനിഡാഡ് ഫുഡ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവർ മറ്റേ കരീബിയൻ പെപ്പർ സോസ് ഇടും. കരീബിയൻ പെപ്പർ സോസ്, പിന്നെ ഇംലി സോസ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ടാണ് ഇതൊരു കരീബിയൻ ഡിഷ് ആവുന്നത്. നിങ്ങൾക്ക് ഈ കരീബിയൻ പെപ്പർ സോസ് ആമസോണിൽ വാങ്ങാൻ കിട്ടും. ഈ സാധനം എടുത്തിട്ട് പൂരിയും ചനയും ഉണ്ടാക്കിയിട്ട് ആ കരീബിയൻ പെപ്പർ സോസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡബിൾസായി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ആമസോണിൽ വാങ്ങാൻ കിട്ടും കരീബിയൻ പെപ്പർ സോസ്. ഇത് ആ സോസ് ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറുന്നൊരു മാറലുണ്ടല്ലോ. യമ്മി. എനിക്ക് കൂടെ ഒരു കോക്ക് വാങ്ങിക്കാൻ പിന്നെ നിങ്ങൾ കോക്ക് കുടിക്കാൻ കാണുമ്പോഴേ എനിക്ക് കോക്ക് കുടിക്കാൻ തോന്നുന്നു. Are you Mr. Ali? Yes, I am. Oh, okay, nice to meet you. And where you from? I'm from India. Okay. Yeah, so I'm visiting here. It's right behind you somewhere, I don't know. Yeah. I didn't move it. So I wanted to have that Sahina, but I didn't get it. Oh, you come late. Oh, if you call the number, if you know you're coming back tomorrow, Okay. you can call the number, call early. I just open here 5 o'clock in the morning. Okay. Yeah, so I was actually doing a, food tour here. So yeah. So I have these people that's come here from Avi and Lata. They from over the highway. They have the what's the name of this place? Indian. okay. That's nice. Yeah. So do you have an Indian roots or where were you originally from? Okay, just 1 second. Before we have to do more bara. I bring a table. So it's just a table again. Tell them a table again. Well, we forefathers from India. Okay. Yeah, I remember. Right? I think Bengal or something so. Okay. Right? They're from Bengal, India. Mhm. And it have some other place. I forget the name of the place. I forget the next part because So you haven't been to India, right? No, haven't been to India. Okay. Right, I would love to, but that flight is so far. I've been to Saudi Arabia. Okay. I've been to Jordan. I've been to Turkey. Mhm. Right. I've been to England and I do a European tour. Okay. Right. India is just 3 hours far from Saudi Arabia. Yeah. I always say I want to go India. Mhm. It's on my bucket list, but I don't know if Okay. it is. One doubt. Why you have only vegetarian dishes here? Because I have a lot of Hindu, Okay. a big Hindu community. Here, okay. The last Sahu, what is his name, boy? Kumar Sahu. Mhm. He was the past Indian High Commissioner of Okay. India for over here, for Trinidad. Here, look the opener here. Look here. Right? Okay. And he used to come here. Oh. Have a lot of Indian Hindu Okay. population that's come. I understand that. And they don't eat meat. Mhm. So, and besides that too, I have a lot of African people also that I didn't know don't eat meat. They are vegetarian. So if I have beef, if you hear I have beef selling here, you might think twice. Yeah, that's true. That's true. Even he is running a restaurant, Yeah, and you- he don't sell beef and pork. Exactly. Yeah. So over here in Trinidad, we have what they call the government have the school feeding program where they feed school children. Okay. And these kitchens that do this stuff, they don't serve beef, pork, and shellfish. Oh, shellfish is also a problem for some people. People are allergic. to Allergic, shellfish. allergic, So okay. they don't deal with anything with shellfish. They would serve fish. Fish fillet, I think is forget the name of some of them fillet fish, but not shellfish. Oh, I understand. So because of that, I try to keep it vegetarian. That's nice. That everybody could come and eat. My kitchen is separate from my house. House, okay. That's right? okay. Nothing from my house goes to the kitchen, and nothing from my kitchen goes to Yeah, the I remember. I think I have seen your place in Mark Queen's videos. Mark Queen came here, right? Mark Queen's. Okay. He came here, right? I think so, you know. Yes, I think so. The Thai person? No. 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 Okay, then I might have seen it from somewhere else. Okay. Anyway, good food. You see, a lot of these other people that come and want to do food critics, and they know about, and they don't know nothing about food. It's really good. But I'm on Google. See, what I feel is like in India we have this chana bhatura, so it's Yeah. almost same. Yeah. But the difference is, you're adding that Caribbean pepper sauce in that. So that is the Caribbean flavor here. So that is a fusion thing. That the guy who now live here, he want me to come to Orlando to serve doubles in April month, Okay. right? Oh. 2nd of April or something. So I don't know.
February, March, April. Once it's out of Ramadan, I would go. He want to know what he have to. All they have to do is pay for my airfare Okay. because I have accommodation there. Okay. So how long you're running this? Huh? Since how long you're running this? We born and go in this. I am third generation. No, your third generation who is doing this business. Yes, I am third generation. And why it's open only in the morning? Because I do it in the morning. The other people does it morning, evening, lunchtime, whole day. You're happy with this? Eat little and live long. Okay. Okay. Yeah, that's true. And do it one location and do it good and do it well good. Yeah, That you could that's come right. here today and you could enjoy the doubles. Okay. So I'll probably come tomorrow. I want to have that Sahina. Come early. Call. You want? Let me see if I get Yeah, sure. Ibrahim. Sahina കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. So we missed it. So by what time we should be here if I want to try the Sahina? If you call, we will keep it. Oh, sure. Okay. Perfect. Right? Thank Call you and so we will much. Keep it. No problem. Nice to meet you. Yes, ma'am. Bye. Same here. Bye. Yeah. ഞങ്ങളിപ്പോൾ അടുത്ത മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മാർക്കറ്റിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തിനാ നമ്മൾ വന്നേ? സാധനം വല്ലതും വാങ്ങാനുണ്ടോ? വണ്ടി പൂട്ടിയോ? ഇവിടെ റോഡിനിപ്പുറത്ത് ഒരു ലൈൻ കണ്ടോ? ഈ ലൈൻ എന്ന് പറയുന്നത് ബസ്സുകൾക്കും അതേപോലെ തന്നെ ഈ ഡോക്ടർമാർ അങ്ങനെയുള്ള ഈ എമർജൻസി ആയിട്ട് പോകേണ്ട ജീവനക്കാരുണ്ടല്ലോ, ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, പോലീസുകാർ, ഡോക്ടർമാർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഹൈവേ ആണിത്. പണ്ട് ഇവിടെ റെയിൽ പാത ഉണ്ടായിരുന്നു. ആ റെയിൽ പാത മാറി അവർ അത് ഒരു സെപ്പറേറ്റ് ഒരു ഹൈവേ ആക്കി മാറ്റി എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതിനകത്തുകൂടെ അത്തരത്തിലുള്ള പാസ്സുള്ള വണ്ടികളും പിന്നെ ഇതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രമേ ഇതിൽ കൂടെ പോവുള്ളൂ. ഈ ഹൈവേ ഏകദേശം ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് ഒരു 50-60 കിലോമീറ്റർ ദൂരമുള്ളൊരു സാധനമാണ്. കണ്ടോ? നമ്മളിപ്പോൾ മറ്റേ ആ പ്രയോറിറ്റി ലൈൻ ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു പ്രയോറിറ്റി ലൈനിലേക്ക് കയറുകയാണ്. ഈ കാണുന്ന ബസ്സുകളൊക്കെ ഈ പ്രയോറിറ്റി ലൈനിലൂടെ മാത്രം പോകുന്ന വണ്ടികളാണ്. അതാണ് പരിപാടി. ഇതിനകത്ത് ബസ്സുകൾ ഇവിടെ ഈ രാജ്യത്ത് ഇത്രയും ബസ്സുകളുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇവിടെ മൊത്തം ചെറുതും വലുതുമായിട്ടുള്ള ബസ്സുകൾ, മറ്റേ നീളമുള്ള ബസ്സുകൾ, ഡബിൾ ഡെക്കർ ബസ്സുകൾ, അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ട് ഇവിടെ. ഇതൊക്കെ ലോക്കൽ ബസ്സുകളാണ്ടല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ വേറെ ഒരു മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ തൊപ്പിയുള്ളല്ലോ, അടിപൊളിയാണല്ലോ. നൈസ് തൊപ്പി. ഇവിടെ എല്ലാം ഡബിൾസിൻ്റെ കച്ചവടമാണല്ലോ ചേട്ടാ. എല്ലായിടത്തും എവിടെ പോയാലും കണ്ടില്ലേ ഇവരൊക്കെ ഡബിൾസ് കച്ചവടം. നോക്കി ഉണ്ടോ, ഇതെല്ലാം ഡബിൾസാണ്. എല്ലായിടത്തും ഡബിൾസ്. നമ്മുടെ നാട്ടിൽ നമ്മളെന്താ പറയുക, നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ പാനിപ്പൂരി കാണത്തില്ലേ, ആ പാനിപ്പൂരി കാണുന്ന പോലെയാണ് ഡബിൾസ് എന്ന് പറയുന്നത്. അല്ല, നമ്മളിപ്പോൾ എന്തിനാ ഈ മാർക്കറ്റിൽ വന്നേ? നമ്മൾ ഇതിലും വലിയ മാർക്കറ്റിലല്ലേ നേരത്തെ പോയേ, അല്ലേ? നേരത്തെ പോയ സ്ഥലത്ത് കുറച്ചുകൂടെ ഹോൾസെയിൽ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കുറേം കൂടെ റീറ്റെയിൽ പരിപാടികളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടിപൊളി, നല്ല ഫ്രഷ് സാധനങ്ങളാട്ടോ എല്ലാം. നല്ല ക്വാളിറ്റി ഉള്ള പച്ചക്കറികൾ പല സ്ഥലങ്ങളിലും കാണുന്ന എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പച്ചക്കറികളാണ് എല്ലാം. ഇതെന്താ ഇത്? ഞണ്ടോ? ലൈവ് ആണല്ലോ. ജീവനുള്ള ഞണ്ട്, അതിങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇതെന്ത് വാക്സ് ചെയ്തതാണോ ഇത്? ഇങ്ങനത്തെ ആണോ ഇത്? പാവയ്ക്കല്ലേ? പാവയ്ക്ക വാക്സ് ചെയ്ത പോലെ ഇരിക്കുന്നത്. പീച്ചിങ് അതുണ്ട്. ഇത് ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല കേട്ടോ. ഇവിടെ ചേനയും ബീട്രൂട്ടും ഞാൻ കണ്ടില്ല. ബീട്രൂട്ട് ഇഷ്ടം പോലെ ഞാൻ കണ്ടില്ല. അതുകൊണ്ടല്ലേ ഇവിടെ കിട്ടാത്ത എന്തെങ്കിലും സാധനം ഉണ്ടോ? ഉണ്ടോ? എല്ലാ സാധനവും കിട്ടുമല്ലേ? കപ്പ. ഈ കപ്പയ്ക്ക് എന്തൊരു പ്രത്യേകത ഉണ്ടല്ലോ, എന്താണെന്നറിയില്ല. എല്ലാ സാധനങ്ങളും ഉണ്ട്, ഇതിലില്ലാത്തതായിട്ടൊന്നുമില്ല. എന്തൊക്കെയാണോ അറിയില്ല. ഉണക്കമീൻ. ഇതെന്നെ സാധനം? പന്നിയുടെ കാലോ? ഇത് പിഗ് ടെയിൽ. പന്നിയുടെ വാല്. പിഗ് ടെയിൽ, പന്നിയുടെ വാല്. ചെറിയ ബീട്രൂട്ട് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ബീട്രൂട്ട് കണ്ടില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കുമ്പളങ്ങ, മത്തങ്ങ, കപ്പ, മുളകാണ് ഇവരുടെ മെയിൻ പരിപാടി. വെണ്ടയ്ക്ക. ഇത് ബീട്രൂട്ടാ അല്ലേ? അതെ, ബീറ്റ്സ്. ഇതാണ് ബീട്രൂട്ട് അതൊക്കെയാണോ. പിന്നെ നാരങ്ങ തന്നെ, ലൈമ്, ലെമണ്, പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനങ്ങൾ. അതെ, ഇത് ഒക്കെ ആയിട്ട്. ഹായ്, ഹലോ. അതിങ്ങനെ വീഡിയോ. നിങ്ങൾ മലയാളികളാ അല്ലേ? ഓക്കെ. ബാംഗ്ലൂരോ? നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇവിടെ? ഓ, അത് ശരിയാ. ഓക്കെ. കുറേ വർഷമായോ അവിടെ വന്നിട്ട്? 13 വർഷം.
മാർക്കറ്റൊക്കെ ഒന്ന് കാണിക്കാൻ വന്നത്. ആ അതെ, എല്ലാ സാധനവും കിട്ടും അല്ലേ? നാട്ടിൽ കിട്ടാത്ത എന്തെങ്കിലും ഇവിടെ കിട്ടാത്തതുണ്ടോ? ചേനയില്ല. ഞാനാ ചേന. ആ ആ ആ ഓക്കെ. ഇവിടെ ചേനയില്ല അല്ലേ? ബാക്കി എല്ലാ കാച്ചിലും ചേമ്പും എല്ലാം ഉണ്ട്, ചേനയില്ല. അതാണ്. ഇത് അവിടെ ചക്കയല്ലേ അത്? അതെന്താ സാധനം? ആഞ്ജലി എന്ന് പറയാം. ആഞ്ജലി പോലെ ഇരിക്കും. ഓ അത് ശരി. ഓക്കെ, ഞാൻ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. ചക്ക പോലത്തെ സാധനം കണ്ടോ? ആഞ്ഞിലി. ഇത് കടച്ചക്കയാണോ? അല്ല, ഇത് കടച്ചക്കയല്ലേ? ബ്രെഡ് ഫ്രൂട്ട്. അത് ബ്രെഡ് ഫ്രൂട്ട്. അത് ബ്രെഡ് ഫ്രൂട്ട് അല്ലേ? കടച്ചക്കയല്ലേ? അതുമല്ല. ആ, കടച്ചക്കയുടെ വ്യത്യാസമുള്ള സാധനം അല്ലേ? ഇതിന്റെ മലയാളം എനിക്കും അറിയത്തില്ല, അറിയാവുന്നൊരു കമന്റ് ചെയ്യണേ. അത് കൊള്ളാം. കടച്ചക്ക എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഞാൻ ബാക്കിയുള്ള ദ്വീപുകളിലെല്ലാം ഇഷ്ടം പോലെ കടച്ചക്ക കണ്ടായിരുന്നു. ചേമ്പല, ഇവിടെ എല്ലാം ചേമ്പലയുണ്ട്. ചേമ്പല, പിന്നെ കുറെ ഇലകള്, ലെറ്റ്യൂസ്. അത് എന്തോ ഒരു ഇലകളാ, ഭയങ്കര കച്ചവടം കേട്ടോ. ഇലകളുടെ കച്ചവടം മൊത്തം. ഇവിടെ ഇന്ത്യൻ ലുക്കുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഈ മാർക്കറ്റിൽ കുറേ ഉണ്ട്. നമ്മൾ നേരത്തെ പോയ സ്ഥലത്ത് അത്ര ഇല്ലായിരുന്നു. ഇത് കപ്പ ഉണ്ടോ? കപ്പ മുറിച്ച് വെച്ചിരിക്കുന്നുണ്ടോ? നോക്കി, കപ്പ മുറിച്ച് വെച്ചിരിക്കുന്നു, ചേമ്പ് മുറിച്ച് വെച്ചിരിക്കുന്നു. വലിയ ആന ചേമ്പ്, അടിപൊളി. ഇവിടെ മിക്സഡ് പോപ്പുലേഷൻ ആട്ടോ മൊത്തത്തില്. എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട് ഇവിടെ. അയ്യോ, ഓ എൻ്റെ അമ്മേ, എന്ത് തിരക്കാ ഇവിടെ. ഇതെല്ലാം മറ്റേ ഇതിന്റെ കടകളല്ലേ? ഓ ഇതെല്ലാം മറ്റേ ആൾക്കാരെല്ലാം ക്യൂ നിന്നാണ് മറ്റേ റൊട്ടീൻ അല്ല, അതെ ഇത് എന്താ ഡബിൾസ് വാങ്ങിക്കുന്നത്. ഡബിൾസിന്റെ തിരക്കാണ് ഇവിടെ മൊത്തം. ഡബിൾസ് എവിടെ നോക്കിയാലും ഡബിൾസ്. ചേട്ടന് ഡബിൾസ് കഴിച്ച് മതിയായില്ല, ഇനിയും കഴിക്കണമെന്നാണ് പറയുന്നത്. എനിക്ക് വേണ്ടാട്ടോ, എനിക്ക് മതി. സഹീന കിട്ടുകയാണെങ്കിൽ ഞാൻ കഴിക്കാം. ഈ മരം ഇടിഞ്ഞ് വീഴുമോ? മൊത്തം കാറ്റാണല്ലോ. നല്ല ഗംഭീര മഴയും വരുന്നുണ്ട്. ആ അതെ, ഇവിടെ ഹറിക്കേൻ വാർണിംഗ് ഉണ്ട് ജമൈക്കയിൽ. അതിൻ്റെ ആയിരിക്കും ഇവിടെ. ഡു യു ഹാവ് സഹീന? നോ, ഓൺലി ഡബിൾ മാത്രമേ ഉള്ളൂ. ചേട്ടൻ വീണ്ടും ഡബിൾസ് വാങ്ങിച്ചു. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ ആഡഡ് ഫ്ലേവേഴ്സ് ഉണ്ട്. അതായത് കുക്കുംബർ, പിന്നെ മാങ്ങ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇവരുടെ സോസുകളും, കരീബിയൻ സോസും, പെപ്പർ സോസും, പിന്നെ ഇംലി സോസ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു സ്വീറ്റ് ആൻഡ് സോർ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് വരുന്നത്. ഇതിന് എങ്ങനെ കഴിക്കുന്നതല്ലേ നോക്കണം, എങ്ങനെ കഴിക്കുന്നതെന്നുള്ളത്. ഇതിനകത്ത് കടല വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് ബണ്ണ് പോലെ, ബർഗർ പോലെയാണ്. ഈ രണ്ട് കഷ്ണം, അതിനകത്ത് കടല വെച്ചിട്ടുണ്ട്. മഴ കുട. നമ്മൾ ഇവിടുത്തെ പ്യുവർ ക്രിയോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരു കടയുണ്ട്. നമ്മൾ അവിടെ കയറിയിട്ട് എന്താ സംഭവം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഇവിടുത്തെ നമ്മുടെ അച്ഛനും കൂടെ ഉണ്ട്. അച്ഛൻ ഇവിടുത്തെ ഒരു പള്ളിയിലെത്തരാ. യെസ്, മലയാളിയാണ്. ഇത് ഫിഷ് കറി, ഫിഷ് ഫ്രൈ, പിന്നെ ഇത് ചിക്കൻ കറി. ഇതൊക്കെ ഇവരുടെ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് സ്റ്റൈലായിരിക്കും. പിന്നെ ഇത് പാസ്ത, പിന്നെ ഇത് കണ്ടില്ലേ, പുഴുങ്ങിയ പഴം, പിന്നെ പുഴുങ്ങിയ ചേമ്പ്, അങ്ങനത്തെ സംഭവങ്ങൾ. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞെടുക്കാം. ചോറ്. ഇതെന്താ ഈ സാധനം ഇരിക്കുന്നത്? ഇത് വാട്ട് ഈസ് ദിസ്? ഓ, പൊട്ടാറ്റോ. ഓക്കെ, ഫൈൻ, അത് പൊട്ടാറ്റോ ആണ്. പിന്നെ ഇതാണ് കലോലു എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ചേമ്പല വെച്ച് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് കറിയാണ്. അത് ഇവരുടെ ഒരു മെയിൻ വിഭവമാണ്. ഇതെന്തായിരിക്കും ഈ സാധനം? കിഡ്നി ബീൻസോ? ഇവരുടെ മെയിൻ സാധനമാണല്ലോ ഈ പ്ലാന്റൈൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ പ്ലാന്റൈനെ കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ്, ഇന്നത്തെ ഫുഡ്. ബേസിക്കലി നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ ചോറും കറിയൊക്കെ തന്നെയാണ്. പക്ഷേ അതിന് വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ സ്പൂൺ തരില്ല, ഇത് വെച്ച് നമ്മൾ കഴിക്കണം ചോറൊക്കെ. പിന്നെ ഇതാണ് ചേമ്പല വെച്ചിട്ടുണ്ടാക്കുന്ന ഇവരുടെ ഒരു കറി. പിന്നെ അതിൻ്റെ പേര് കലോലു എന്നാണ് അവർ പറയുന്നത്. പിന്നെ ആ ഫിഷ് കറിയുടെ ഒരു ഗ്രേവിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഒരു കഷ്ണമുണ്ട്, ഫിഷ് കറിക്കകത്തൊരു കഷ്ണമുണ്ട്, 2 പുഴുങ്ങിയ പഴത്തിൻ്റെ ഒരു ചെറിയ കഷ്ണമുണ്ട്. ബേസിക്കലി ഇവരുടെ ഈ കരീബിയനിലെ ആൾക്കാരെല്ലാം ഈ പുഴുങ്ങിയ പഴം, ഒരു കഷ്ണം, എന്തെങ്കിലും ഒരു പ്ലാന്റൈൻ അവരുടെ കൂട്ടത്തിൽ അവർ കഴിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കാലലു ഇസ് ഗുഡ്. അതിന് കുറച്ച് എരിവും കൂടെ ഉണ്ടെങ്കിൽ അത് വീണ്ടും ഒന്ന് പെപ്പർ സോസ് എടുത്തു. പെപ്പർ സോസ് ഇട്ടാൽ മതി അല്ലേ? ആ ഫിഷ് കറിക്ക് ചേട്ടൻ പറഞ്ഞ പോലെ ചെറിയൊരു മധുരപ്പുണ്ട്. ഇവർ ടൊമാറ്റോ കച്ചപ്പെടുമെന്ന് തോന്നുന്നു.
ഇവർ ആദ്യം പണസായിട്ട് സൂട്ട് ചെയ്തിട്ടൊക്കെ നല്ല കഷ്ടപ്പെട്ടു ഒരാളേക്ക് ഇവരുടെ സീസണും കളി പിമെൻറ്റോയും അതെ ഇവർ പ്രിപ്പയർ ചെയ്യുമ്പോഴല്ല ഇവർ ഹോട്ട് സോസ് ഇടുന്നത് അല്ലെങ്കിൽ സ്പൈസസ് ഉപയോഗിക്കുന്നത് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനം അതും കൂടെ ചേർത്താൻ കഴിക്കും ഇങ്ങനെയാണ് പരിപാടി അപ്പോൾ ഒരു ക്രിയോൾ ലഞ്ച് പിന്നെ വേറൊരു ഡ്രിങ്ക് ഉണ്ട് ഇവിടെ ഇതിൻ്റെ പേര് മോബി ഇതെന്താ സാധനം ഇത് മോബി മോബി എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കലി തടിയെന്ന് അവർ സ്കിൻ എടുത്തിട്ട് അവർ പ്രോസസ്സ് ചെയ്ത് ബോയിൽ ചെയ്ത് അതിൻ്റെ എസൻസ് എടുത്തിട്ട് ഓക്കെ എന്നിട്ട് ആഡ് വാട്ടർ ചെയ്ത് ഓ ശരി എന്ത് തടിയാണ് സാധനം മോബി എന്നാണ് അതിൻ്റെ പേരല്ല ഒരു സ്പെഷ്യൽ എന്താണെന്നറിയില്ല ഇത് സിനമണിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ടോ പക്ഷേ ഈ ചൂട് കാലത്ത് നല്ലതാണ് അത് കുടിക്കാൻ കൊള്ളാലോ ചെറിയ ഒരു ആദ്യം മധുരിക്കും പിന്നെ കഴിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് എന്തൊക്കെ ഡ്രിങ്ക് അതല്ലേ